ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബ്ലൗസിൽ നിന്നും അളവെടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഫസ്റ്റ് നമ്മൾ ബ്ലൗസിനെ നല്ല രീതിയിൽ അയൺ ചെയ്ത് വൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ്. അതിനുശേഷം ഷോൾഡർ നല്ല രീതിയിൽ വെക്കുക. എവിടെ റിങ്കിൾസ് ഉണ്ടാകാൻ ഉള്ളതല്ല. കാരണം എന്താ വെച്ചാൽ ഷോൾഡർ നമ്മൾ ബ്ലൗസ് അടിച്ചതിന് ശേഷം കുറച്ച് സൈഡിലേക്ക് ഇറങ്ങി പോകാൻ സാധ്യത, അതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. എപ്പോഴും ബ്ലൗസിൽ മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോഴാണ്. ഇത് 11 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. 11 ഇഞ്ച് ഷോൾഡർ. അടുത്ത ലെങ്ത് എത്രയാണ് നോക്കാം. ലെങ്ത് 13.25 ഉണ്ട്. നമ്മൾ 14 ഇഞ്ച് റൗണ്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് നെക്ക് എത്ര ഡെപ്ത് ഉണ്ട് നോക്കാം. 7.5 ഉണ്ട്. ബാക്ക് നെക്ക് ഡെപ്ത് നോക്കാനായി ഷോൾഡറിന് മേലെയായി ഒരു സ്കെയിൽ വെച്ച് അതിൽ നിന്ന് സെൻറ്ററിലേക്ക് അളന്ന് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്തു നിന്നും അളന്നിട്ട് ടാപ്പ് ഇങ്ങോട്ട് മടക്കി വെച്ച ശേഷം നോക്കാവുന്നതാണ് എത്രയാണ് വരുന്നത്. 7.5 വരുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഫുൾ ലെങ്ത്തിൽ നിന്നും ഈ ബാക്കിൻ്റെ ലെങ്ത് മൈനസ് ചെയ്തിട്ടും നെക്ക് ഡെപ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തായി ആമോൾ എത്രയാണ് നോക്കാം. അല്പം വലിച്ചു പിടിച്ചിട്ട് നോക്കണം. 7.5 ഉണ്ട്. ആമോൾ 7.5 ആണ്. ഇനി അപ്പർ ചെസ്റ്റ് എത്രയാണ് നോക്കാം. അതിന് ആമോളിൻ്റെ അടിഭാഗത്ത് നിന്നും സ്ട്രേറ്റായി എടുത്ത് ഈ ഒരു രീതി നോക്കേണ്ടതാണ്. ബ്ലൗസ് നല്ല റിങ്കിൾസ് ഒന്നും ഇല്ലാതെ വെക്കണം. 17.5 ഇഞ്ച് ഇത് വരുന്നുണ്ട്. അതിനുശേഷം റെഡി ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. റെഡി ഷോൾഡർ 2.5 ഇഞ്ചാണ്. ഇനി ബസ്റ്റ് എത്രയുണ്ടെന്ന് നോക്കാം. അതിനായി ഈ സൈഡിൽ നിന്ന് മെയിൻ ടക്കിന്റെ പോയിന്റിലേക്ക് പിടിക്കുക. 5.5 ഇഞ്ചിന്റെ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഹുക്ക് ലൈനിലേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. 8.25. അതേപോലെ തന്നെ ഇവിടെയും ഹുക്ക് ലൈനിന്റെ എഡ്ജിൽ നിന്നും ഈ പട്ടിയിലേക്ക് കയറി വരേണ്ടതില്ല. 8.25 വെച്ചതിന് ശേഷം അടുത്ത ടെക് പോയിന്റിലേക്ക് നോക്കാം. 12.25. അവിടെ നിന്നും സൈഡിലേക്ക് നോക്കാം. 17.25 ഉണ്ട്. അടുത്ത നമുക്ക് വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. വേസ്റ്റ് റൗണ്ട് 26.5 ഉണ്ട് പട്ടി വരെയും. ഇനി അടുത്തായി നമുക്ക് വേണ്ടത് മെയിൻ ടക്കിന്റെ ലെങ്ത് ആണ്. ഫസ്റ്റ് പോയിന്റ് എവിടെയാണ് വരുന്നതെന്നാണ്. അതിനായി ഉൾവശത്ത് നിന്നും എടുക്കുന്നതാണ് കുറച്ചുകൂടി ഈസി. ഷോൾഡറിന്റെ സെന്ററിൽ നിന്നും മെഷർ ടേപ്പ് വെച്ച് മെയിൻ ടക്കിന്റെ പോയിന്റ് വരേക്കും നോക്കുക. 9.25 ഉണ്ട്. അവിടെ നിന്നും മെയിൻ ടക്കിന്റെ ലെങ്ത് നോക്കാം. ഈ ടക്കിന്റെ പോയിന്റിൽ നിന്നും ഇവിടേക്ക് നോക്കുക. 3 ഇഞ്ചാണ് മെയിൻ ടക്കിന്റെ പോയിന്റ്. അതിനുശേഷം മെയിൻ ടക്കിന്റെ വിഡ്ത്ത് നോക്കാം. 1.25 ഇഞ്ച് ഉണ്ട്. ടോട്ടൽ 2.5 ഇഞ്ച് ഉണ്ടാവും. ഈ ബസ്റ്റ് സെന്ററിലേക്കായി മെയിൻ ടക്കിൽ നിന്നും ഈ പട്ടിയിലേക്കുള്ള ദൂരം നോക്കാം. 3.25 ഇഞ്ച് ഉണ്ട് ബസ്റ്റ് സെന്റർ. ഇത്രയും മെഷർമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്താം. 14 ഇഞ്ചാണ് ലെങ്ത്. 14 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പർ ചെസ്റ്റിന്റെ ലൈനിലേക്കായി 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഷോൾഡർ 11 ഇഞ്ചാണ്.
അപ്പോൾ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടേക്ക് ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ ബ്ലൗസിൽ നിന്നും അപ്പർ ചെസ്റ്റ് അളന്നെടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ പകുതി 8.75 ബ്ലൗസിൽ നിന്നും എടുത്ത അളവായതുകൊണ്ട് അതിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 8.75 അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അതിനുശേഷം ഷോൾഡർ വിടുത്ത് 5.5 ഇഞ്ചാണ്. അത് അതുപോലെ തന്നെ താഴെ ഇറക്കി മാർക്ക് ചെയ്യുക. ശേഷം ആർമോളിൻ്റെ ഷേപ്പിലേക്കായി 1/2 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ സൈസ് ബ്ലൗസാണ്. 32-33 ഇഞ്ച് സൈസ് വരുന്ന രീതിയിലുള്ള ബ്ലൗസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇതിൻ്റെ മധ്യഭാഗത്ത് നിന്നും ആർമോളിൻ്റെ ഷേപ്പ് കൊടുക്കുക. ബാക്ക് നെക്ക് ഡെപ്ത് 7.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മാർജിനും ആഡ് ചെയ്ത് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. റെഡി ഷോൾഡർ 2.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ആമോളിലേക്കുള്ള മാർജിനും ആഡ് ചെയ്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ശേഷം അതിനെ നെക്ക് ലൈനിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. വൈഡ് ആവശ്യമുള്ളവർ അല്പം ക്രോസ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. നെക്കിൻ്റെ ഷേപ്പ് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഷേപ്പ് കൊടുക്കേണ്ടതാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്ലാത്ത ആളുകൾ മാർക്കിങ്ങിൽ കൂടെ തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതിയാവുന്നതാണ്. നിങ്ങൾ മുൻപേ കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗത്തായി 1 സെൻറ്റിമീറ്ററിൻ്റെ മാർജിൻ ആഡ് ചെയ്തെടുക്കുക. അടുത്തായി വേസ്റ്റ് 26 ആണ്. 26ൻ്റെ 4 ഭാഗം 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് ഡാട്ടിനായി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം ആ ഒരു ലൈനിനെ അപ്പർ ചെസ്റ്റുമായി യോജിപ്പിക്കുക. 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആമോൾ അളന്നു നോക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് മാർജിൻ വിട്ട ശേഷം അളന്നു നോക്കേണ്ടതാണ്. നമ്മളുടെ ഇവിടെ ബ്ലൗസിൽ നമ്മൾ അളന്നെടുത്തിരിക്കുന്ന ആമോൾ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ 7.5 ഇഞ്ചും ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഫസ്റ്റ് ഹുക്ക് ലൈനിനായി ഒരു മാർജിൻ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ആ ലൈനിന് കറക്റ്റായി ബാക്കിൻ്റെ പാറ്റേൺ വെക്കേണ്ടതാണ്. വെച്ചതിന് ശേഷം കോപ്പി ചെയ്ത് കൊടുക്കുക. ആ മോളുടെ ഭാഗത്തായി ഒരു 4 ഇഞ്ച് താഴെ വരയ്ക്കും കോപ്പി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം അപ്പർ ചെസ്റ്റിൽ നിന്നും ഒരു 3/4 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം. 3/4 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത ശേഷം പാറ്റേണെ ഒരു 1/4 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കിയ ശേഷം ലൂസിങ്ങിനായി 3/4 ഇഞ്ച് കൂട്ടിയിട്ട മാർജിനിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ മോളുടെ ബാക്കി ഭാഗം 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് പാറ്റേൺ ഫുള്ളായി കോപ്പി ചെയ്ത് കൊടുക്കുക. ഇനി പാറ്റേൺ എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് അവിടെ ആമോൾ ഡാട്ടിനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിരിക്കുന്നതാണ്. ഇനി ഷോൾഡറിൻ്റെ റെഡി വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം പാറ്റേൺ വെച്ചിട്ട്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ശേഷം ഈ ഒരു അളവ് 2.5 ഇഞ്ചാണ്. നമുക്ക് അല്പം വൈഡ് ആവശ്യമുള്ളതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് കൂട്ടി 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തതിൽ ഷോൾഡറിലെ മാർക്കിങ്ങുമായി യോജിപ്പിച്ച് കൊടുക്കുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം ബസ്റ്റ് പോയിന്റ് 9.25 നമ്മൾ അളന്നെടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് മാർജിനും ആഡ് ചെയ്ത് 9.25 മാർക്ക് ചെയ്യുക. ബസ്റ്റ് സെൻറ്റർ 3.2 ആണ്.
3.2 മാർക്ക് ചെയ്യുക. അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഡാർട്ട് ലെങ്ത് 2.9 ആണ്. 2.9 മാർക്ക് ചെയ്യുക. അവിടെയും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം ഇതിനെ രണ്ടിനെയും തമ്മിൽ യോജിപ്പിക്കുക. നമ്മളുടെ മെയിൻ ഡാർട്ടിന്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. അപ്പോൾ 1.25 രണ്ട് വശത്തുമായി മാർക്ക് ചെയ്യുക. ശേഷം ഇവ തമ്മിൽ യോജിപ്പിക്കാം. അതിനുശേഷം ഇതിനെ ഒരല്പം ക്രോസ് ചെയ്ത് കൊടുക്കാം. ബെൽറ്റിൻ്റെ ഷേപ്പിലേക്ക് അല്പം ക്രോസ് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും 1/2 ഇഞ്ച് മേലെ അടുത്ത ഒരു ഡാട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡാട്ടിൽ നിന്നും ഒരു 1.25 ഇഞ്ച് ദൂരത്തിലായി അടുത്ത ഡാട്ട് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ചിൻ്റെ ഡാട്ടാണ്. സോറി, മൊത്തമായി 3/4 ഇഞ്ചിൻ്റെ ഡാട്ടാണ്. 3 പോയിന്റ് ഇവിടെയും 3 പോയിന്റ് ഇവിടെയുമായിട്ട് എടുക്കാം. ഈ ഒരു ഡാട്ട് ക്രോസായി വേണമെങ്കിൽ ക്രോസായി കൊടുക്കാം. അല്ല, ഇത് രണ്ടിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ മോൾ ഡാട്ടിലേക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും കറക്റ്റായി വെച്ചുകൊണ്ട് ആ മോൾ ഡാട്ടിലേക്ക് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് ദൂരത്തിൽ മാർക്ക് ചെയ്യാം. ജെനസിസ് ആയതുകൊണ്ട് 2 ഇഞ്ച് ദൂരത്തിൽ മാർക്ക് ചെയ്യാം. ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാം. 4 ഇഞ്ച് ഒരു പോയിന്റും ഉണ്ട്. 4.25 ഉണ്ട്. ഡാട്ടിനെ മാർക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിൽ 1 ഇഞ്ചിൻ്റെ ഡാറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 2 വശത്തും 1/2 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുക്കാം. ഇതിന് ഒരു 1/2 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ ഒരു ഡാട്ട് അടിച്ച ശേഷം ഇത് സ്ട്രേറ്റ് ആയി വരും. അതിനാണ് 1/2 ഇഞ്ച് ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗം താഴേക്ക് ഇറങ്ങി പോകുന്നതാണ്. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും 1/2 ഇഞ്ച് അല്ലെങ്കിൽ വലിയ സൈസിൽ നമ്മൾ 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് ക്രോസ് ചെയ്ത് കൊടുക്കാതെ വെച്ചാൽ ഈ ഡാട്ട് അടിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഇത് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വരുന്നതാണ്. അതാണ് 3/4 ഇഞ്ച് ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാട്ട് അടിച്ചതിന് ശേഷം കറക്റ്റായി സ്ട്രേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ 2.25 ഒരു പോയിന്റ് ഉണ്ട്. ആ 2.25 ഒരു പോയിന്റ് ഇവിടെ വെച്ച ശേഷം 6.5 വേസ്റ്റ് പ്ലസ് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഈ ഒരു ലൈനുമായി യോജിപ്പിക്കാം. ശേഷം മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും ബെൽറ്റിൻ്റെ ഷേപ്പിലേക്കായി ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനെ ഒരു കർവ് ഉപയോഗിച്ച് അല്പം റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബോട്ടിൻ്റെ ഷേപ്പ് മാതിരി ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു ഷേപ്പിൻ്റെ അകലം ബെൽറ്റിൻ്റെ ഷേപ്പ് നമ്മൾ താല്പര്യത്തിനനുസരിച്ചിട്ട് മേലെ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്.
ഇതിൻ്റെ ഫ്രണ്ട് റെഡി ആയി കഴിഞ്ഞ് ഇതിനെ വെട്ടിയെടുത്ത ശേഷം നമുക്ക് ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ബാക്കിൻ്റെ ആമോൾ ലൈനാണ്. ഇതിന് നമുക്ക് ഫ്രണ്ടിലേക്ക് അല്പം കുഴിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്ത ശേഷം ഫസ്റ്റ് ഈ ബാക്കിൻ്റെ ലൈൻ വരുന്നത് വരയുക. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്കായി ക്രോസ് ലൈൻ വരഞ്ഞു കൊടുത്ത് ഇവിടെ നിന്നും അല്പം കുഴിച്ചെടുക്കേണ്ടതാണ്. നേരത്തെ ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് വെട്ടാൻ നോക്കാം. അതിനായി സൈഡിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ ഒരു അടയാളം ചെയ്യുക. അതേപോലെ തന്നെ ഷോൾഡർ ഭാഗത്ത് വെച്ച് ഇവിടെയും ഒരു മാർക്ക് ചെയ്യുക. ശേഷം ഈ ഒരു ഡാട്ടിനെ ഈ ഒരു സെൻട്രൽ ഡാട്ടിനെ പിടിച്ച ശേഷം എവിടെയാണ് വരുന്നത് മാർജിൻ പുറത്തേക്ക് വെക്കേണ്ടതാണ്. അവിടെ മാർക്ക് ചെയ്ത് ഈ മാർജിൻ പുറത്തേക്കാക്കി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ അളവ് എത്രയാണ് വരുന്നത് നോക്കാം. ഇത് 3.75 ഉണ്ട്. സൈഡിൽ 2.75 ഉണ്ട്. ഇതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്യുന്നതിനായി മൂന്നേ മുക്കാലിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് 4.75 ഒരു മാർക്ക് ചെയ്യുക. ഒരു മാർക്ക് ചെയ്ത ശേഷം 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് 2.75 ഒന്ന് 3.75 മാർക്ക് ചെയ്യുക. ഇവയെ തമ്മിൽ യോജിപ്പിക്കുക. ശേഷം ഫ്രണ്ട് എടുത്ത് ഈ മാർജിൻ പുറത്തേക്ക് വെച്ച ശേഷം ഡാട്ട് പോയിന്റ് വരുന്ന ഭാഗത്ത് ഒരു മാർക്ക് ചെയ്യുക. ശേഷം അവിടെ നിന്ന് അരയിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് പിന്നെ സൈഡിലേക്ക് യോജിപ്പിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നും അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹുക്ക് ലൈനിനായി 1 സെന്റിമീറ്റർ മാർജിൻ ഇടേണ്ടതാണ്. അതിനുശേഷം ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് ഈ നെക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് അതേപോലെ സ്ട്രേറ്റ്
ഈ ഒരു ഭാഗത്തായി 1 സെന്റിമീറ്റർ നെക്കിന് വേണ്ടിയുള്ള മാർജിൻ വിട്ട ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്താലും മതിയാവുന്നതാണ്. ഇവിടെ ഡാർട്ട് അടിച്ച ശേഷം ഒരു കുഴി ഉണ്ടാവാൻ സാധ്യത, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് വെക്കാൻ പറയുന്നത്. ഇത് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡാർട്ട് അടിച്ച ശേഷം ഇവിടെ ഒരു കുഴി മാതിരി ഉണ്ടാവുന്നതാണ്. പട്ടി അടിക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുകയില്ല. ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബാക്ക് റെഡി ആയിട്ടുണ്ട്. 32 സൈസിൻ്റെ പാറ്റേണാണ് ഇത്. 32, 33 ആ ഒരു അളവിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.